നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ വിജയന്റെ താമസ സ്ഥലം കണ്ടെത്താൻ SFIO നീക്കം നടത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് വീണ വിജയൻ ക്ലിഫ് ഹൌസിലോ പമ്പയിലോ അതോ AKG സെന്ററിന് മുന്നിലെ ഫ്ളാറ്റിലാണോ, എവിടെയാണ് താമസം? വീണയ്ക്ക് കുരുക്ക് മുറുക്കുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. ഒടുവിൽ SFIO ആ നീക്കത്തിലേക്ക് എത്തുകയാണ്. വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതിന് നോട്ടീസ് അയക്കുന്നതിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്ര ഏജൻസി. ഈ സാഹചര്യത്തിലാണ് വീണ താമസിക്കുന്നത് എവിടെയെന്ന് ഉറപ്പാക്കാൻ നീക്കം. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിഫ് ഹൌസിലാണ്. വീണ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിഫ് ഹൌസ് വളപ്പിലെ പമ്പ എന്ന വസതിയാണ്. ക്ലിഫ് ഹൌസിലോ പമ്പയിലോ വീണ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിനൊപ്പം AKG സെന്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ളാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട്. ഇതിനൊപ്പം കണ്ണൂരിലെ വീട്ടിലും IB നിരീക്ഷണം നടത്തുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. വീണ വിദേശത്തേക്ക് കടക്കില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് എല്ലായിടത്തും നിരീക്ഷണം. വീണയ്ക്കുടൻ നോട്ടീസ് നൽകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാംഗ്ലൂരുവിലെ മേൽവിലാസത്തിലും നോട്ടീസ് നൽകും. കഴിഞ്ഞ ദിവസം KSIDC ഓഫീസിൽ SFIO ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. ഇത് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. 3.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ KSIDCയുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ SFIO സംഘം ശേഖരിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ സമരം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനും ഒരു മുഴ മുന്നേ എറിഞ്ഞു കേന്ദ്ര സർക്കാർ. അതായത് കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിൽ പലയിടത്തായി അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തി. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KSIDCയിൽ കേന്ദ്ര അന്വേഷണ സംഘം എത്തിയത് തന്നെ സർക്കാരിന് വലിയ വെല്ലുവിളിയാണ്. SFIO അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ചേർന്ന KSIDC ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു. മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ CS വൈദ്യനാഥന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം. പരിശോധനയ്ക്കെത്തുമെന്നും ഇതിനു മുന്നോടിയായി വാർഷിക കണക്കുകൾ ഇമെയിൽ അയച്ചു നൽകണമെന്നും SFIO ചൊവ്വാഴ്ച KSIDCയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് അന്വേഷണത്തിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ കോടതിയെ സമീപിച്ചത്. CS വൈദ്യനാഥൻ തന്നെ ഹാജരാകുകയും ചെയ്തിരുന്നു. പിണറായി വിജയൻ വീണയെ എവിടേക്കെങ്കിലും മാറ്റുമോ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയർന്നിട്ടുണ്ട്. അതായത് വീണയെ ചോദ്യം ചെയ്യലിന് പോലും വിട്ടുകൊടുക്കാതിരിക്കാൻ അവസാന വഴി വരെ നോക്കുന്നുണ്ട് CPM. തിരുവനന്തപുരത്തും ചെന്നൈയിലും VVIPകളുമായി പിണറായി കുടുംബത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ വീടുകളും IB നിരീക്ഷിക്കുന്നുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തുകയാണ്. KSIDCയും CMRLലും നിന്ന് ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത്. ഇതിൽ KSIDCയിൽ നിന്നും കാര്യമായ വിവരമൊന്നും ലഭിച്ചില്ല. എന്നാൽ CMRLൽ നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇത് വീണ വിജയന്റെ എക്സാലോജിക്കും CMRLും തമ്മിലെ ഇടപാടിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് സാധ്യത. വീണ വിജയൻ ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി ആവശ്യപ്പെട്ടിരുന്നു. സീസറിന്റെ ഭാര്യ സംശയാതീതയായിരിക്കണമെന്നതുപോലെ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ളവരും അഴിമതിക്ക് അതീതരായിരിക്കണം. എല്ലാ സർക്കാരും നിയമവിധേയമായി പ്രവർത്തിക്കണം. രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക നിയമപരിരക്ഷയില്ല എന്നും മീനാക്ഷി ലേഖി വിശദീകരിച്ചിരുന്നു. ഇതെല്ലാം മാസപ്പടി അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന താൽപര്യത്തിന് തെളിവാണ്. കേന്ദ്ര സർക്കാർ ഈ കേസ് അന്വേഷണത്തെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് മീനാക്ഷി ലേഖിയും പറയുന്നത്. എന്നാൽ ഇതിൽ കൃത്യമായ രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ തന്നെയാണ് വീണ വിജയന് നേരെ കേന്ദ്രം പിടിമുറുക്കിയിരിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു ഗിമ്മിക്ക് മാത്രമാണ്. സർക്കാരിനെ അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുക എന്ന നിലപാട് മാത്രമാണ്. അതിനപ്പുറം പിണറായി വിജയനെയും മകളെയും അഴിമതി കാണിച്ചതുകൊണ്ട് അകത്തിടണം എന്ന ശുഷ്കാന്തി കൊണ്ടൊന്നുമല്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്തു വരുമെന്നാണ് വിലയിരുത്തൽ. CMRLുമായി ബന്ധപ്പെട്ട് ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ SFIOയ്ക്ക് ലഭിച്ചതായാണ് വിവരങ്ങൾ. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. മാസപ്പടി കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചത്.
വിവിധ വ്യക്തികളുമായും സംഘടനകളുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പരിശോധിച്ചത്. എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളും സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ചട്ടവിരുദ്ധമായാണ് പല സാമ്പത്തിക ഇടപാടുകളും നടന്നതെന്നും സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. കമ്പനിയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്നും വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിവരശേഖരണം നടത്തും. ഇതുവരെ ലഭിച്ച വിവരങ്ങളും രേഖകളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടി. ഈ ഘട്ടത്തിൽ ആദ്യം വീണ വിജയനെ ചോദ്യം ചെയ്യാനാണ് പദ്ധതി. അതേസമയം വീണ വിജയനെതിരായ അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാൻ CPM സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ആദായനികുതി ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ 2 കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു CPM പിന്തുണ അറിയിച്ചത്. അതേസമയം മകൾ കമ്പനി തുടങ്ങിയത് അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രസ്താവിച്ചിരുന്നു. മാസപ്പടി വിവാദത്തിൽ 5 ദിവസം മുൻപാണ് SFIO അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. 8 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് തീരുമാനം. എന്തായാലും ഒടുവിൽ വീണയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.